കുവൈത്തിൽ മയക്കുമരുന്ന് കേസിൽ 3 മലയാളികൾക്ക് വധശിക്ഷ. മലപ്പുറം സ്വദേശികളായ മുസ്തഫ ഷാഹുൽ ഹമീദ്, അബൂബക്കർ സിദ്ദീഖ്, ഫൈസൽ മാഞ്ഞോട്ടുചാലിൽ എന്നിവരെയാണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. പ്രതികൾക്ക് അപ്പീൽ പോകാൻ 1 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കുവൈത്തിൽ നിന്ന് മുനീർ അഹമ്മദുണ്ട്. മുനീർ, എത്ര പേർക്കാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്? ഇവർക്ക് വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളായി മുന്നോട്ട് പോകാൻ അവസരമുണ്ടോ? 2015 ഏപ്രിൽ 19 രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ 3 മലയാളികൾ ഉൾപ്പെടെ ഒരു ശ്രീലങ്കൻ സ്വദേശി ഉൾപ്പെടെ 4 പേർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രീലങ്കൻ സ്വദേശി ഒരു വനിതയാണ്. മലയാളികൾ മലപ്പുറം സ്വദേശികൾ ആണെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഇപ്പോൾ 1 മാസത്തിനുള്ളിൽ അപ്പീൽ കോടതിയെ സമീപിക്കാനുള്ള ഒരു അനുവാദം ജസ്റ്റിസ് യുടെ നേതൃത്വത്തിലുള്ള ക്രിമിനൽ കോടതി നൽകിയിട്ടുണ്ട്. 1 മാസത്തിനകം ഇവർ അപ്പീൽ കോടതിയെ സമീപിച്ചാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ ഇവർക്ക് വേണ്ടി വാദിക്കാനോ ഇവരുടെ കേസ് നടത്താനോ സർക്കാർ അഭിഭാഷകരാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടി ഹാജരായത്. ഇനി ഒരു സ്വകാര്യ അഭിഭാഷകരെ വെച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അപ്പീൽ കോടതിയിൽ എന്തെങ്കിലും അനുകൂലമായ വിധി ഉണ്ടാകൂ എന്നുള്ളതാണ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ശരി, മുനീർ അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് കുവൈത്തിൽ നിന്ന്.